ലോകം കണ്ട ഏറ്റവും വലിയ ഏകാധിപതി, സ്വേച്ഛാധിപതി എന്ന് പറഞ്ഞാൽ അഡോൾഫ് ഹിറ്റ്ലർ, നമ്മളൊക്കെ കേട്ട് കാണുമല്ലോ, അയാളാണ്. അപ്പോൾ അയാളെക്കുറിച്ച് ഇന്ന് ചിന്തിക്കാനിടയായത് എനിക്ക് എൻ്റെ ഒരു സുഹൃത്ത് ഫാദർ സാം അയച്ചു തന്ന, അദ്ദേഹം അയച്ച ഒരു വീഡിയോ ക്ലിപ്പിങ്ങിൽ നിന്നാണ് ഇതിനുള്ള ഒരു പ്രചോദനം എനിക്കുണ്ടായത്. കാര്യകാരണ സഹിതം അതിനകത്ത് എങ്ങനെ ഹിറ്റ്ലർ ഒരു ഏകാധിപതിയായി എന്നുള്ളതും എങ്ങനെ ഒരു ഏകാധിപതി ഉണ്ടാകുന്നു എന്നുള്ളതിനെക്കുറിച്ചും ഉള്ള ഒരു വിശദീകരണം അതിൽ നിന്ന് കിട്ടി. അതിൻ്റെ പോയിൻറ്റ്സ് എല്ലാം ഒന്നും ഞാനത് പറയുന്നില്ല, കാരണം ഞാനിത് നേരത്തെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇതിൽ ഈ ഏകാധിപതികൾ ഉണ്ടാകുന്നത്, അപ്പം ഇത് ഞാൻ പറയാം. ഇത് ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുമ്പോൾ ഇത് വായിച്ചിട്ട്, അതായത് എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം, ആരെങ്കിലുമായിട്ടും സാമ്യം തോന്നിയേക്കാം. അത് തികച്ചും യാദൃച്ഛികം മാത്രം. ഞാൻ ആരെയും ഉദ്ദേശിച്ച് പറയുന്നതല്ല, ഞാൻ ഹിറ്റ്ലറുടെ കാര്യമാണ് പറയുന്നത്. ഏകാധിപതികൾ, സ്വേച്ഛാധിപതികൾ ലോകത്ത് എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ചിന്തിക്കുന്നത്. അത് ആരെങ്കിലുമായിട്ട് വല്ല സാമ്യം നിങ്ങൾക്ക് തോന്നിയാൽ അത് യാദൃച്ഛികം മാത്രം, എൻ്റെ ഉത്തരവാദിത്തമല്ല. ചിലപ്പോൾ തോന്നിയേക്കാം, അത് തികച്ചും യാദൃച്ഛികം മാത്രം എന്ന് സിനിമയിൽ എഴുതി കാണിക്കുന്നത്. ഇത് സാങ്കല്പികമല്ല, ഞാൻ കാര്യമാണ് പറയുന്നത്. പക്ഷേ ഇത് ആരെയും ഞാൻ ഉദ്ദേശിച്ച് പറയുന്നതല്ല എന്ന് കരുതിയാൽ മതി. കാരണം അങ്ങനെ പറയാൻ പറ്റുള്ളൂ ഇപ്പോൾ, അല്ലെങ്കിൽ കേസിൻ്റെ പുറത്ത് കേസ് വന്നേക്കാം. എനിക്ക് വീട്ടിൽ കിടന്നുറങ്ങണം, അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അത് സ്വേച്ഛാധിപതികളാകുന്നു. എന്താണെന്നറിയോ? ഇപ്പം നമ്മൾ കണ്ടത് നാസി പാർട്ടി, അവിടെ ജർമ്മനിയിൽ അവർ വളരെ വലിയ ഏകാധിപതിയായിട്ട് അങ്ങ് മാറി. ഹിറ്റ്ലർ. ഇതെങ്ങനെയായിരുന്നു? നാസി പാർട്ടി അയാൾ രൂപീകരിച്ചു, വന്നു, നാസി പാർട്ടിയുടെ തലപ്പത്തയാളിരുന്നു. അപ്പോൾ ആദ്യം ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യുകയാണ് ആ നാട് മുഴുവൻ, ആ രാജ്യം മുഴുവൻ. എന്താണെന്നറിയാം ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നത്? ഇയാൾ വളരെ ശുദ്ധനാണ്, വളരെ കൊള്ളാവുന്നവനാണ്, മെടുകനാണ്, സത്യസന്ധനാണ്. ഇയാൾ മൂലം മാത്രമേ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് അത് എല്ലാം റെഡിയാക്കി എടുക്കാൻ പറ്റുള്ളൂ. അത് ഇയാളില്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. ഇയാളെ കൊണ്ട് മാത്രമേ ഇത് ചെയ്യാവുള്ളൂ. അയാൾ അത്രത്തോളം നമുക്ക് വേണ്ടി മാത്രം, നിങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നവനാണ്, നാടിന് വേണ്ടി മാത്രം ജീവിക്കുന്നവനാണ്. മറ്റ് യാതൊരു സ്ഥാപിത താല്പര്യങ്ങളും അയാൾക്കില്ല. അയാൾക്ക് കുടുംബത്തെക്കുറിച്ച് താല്പര്യമില്ല, അയാളുടെ ബന്ധുക്കളെക്കുറിച്ച് താല്പര്യമില്ല, ഭാര്യയെക്കുറിച്ച് താല്പര്യമില്ല. ഇതൊക്കെ ഈ രീതിയിലുള്ള ഒരു ഇമേജ് ആദ്യം ക്രിയേറ്റ് ചെയ്യണം. ആ ഇമേജ് അങ്ങ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതാണ് ഒന്നാമത്തെ കടമ്പ. ഇതാണ്, ഈ രീതിയിലാണ് അങ്ങോട്ട് പോകുന്നത്. ഒന്നാമത് ഇതങ്ങനെ ക്രിയേറ്റ് ചെയ്യും. ഇത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് എന്താണെന്നറിയോ? രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, പിന്നെ അടുത്ത സ്റ്റെപ്പ്, അയാളെ ആരെതിർത്താലും ആ എതിർക്കുന്നത് അയാളെ ശത്രുക്കളാണ് എന്നുള്ള ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യണം. അയാളെ ആരെ എതിർപ്പ് പറഞ്ഞാലും ശരി, അത് അവരെല്ലാം ഒന്നും വിവരമില്ലാത്തവന്മാരാണ്, അവർക്കൊന്നും അറിഞ്ഞുകൂടാത്തവന്മാരാണ്, വെറും കൊഞ്ഞാണന്മാരാണ് എന്നുള്ള രീതിയിലുള്ള ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യണം. അതും കൂടെ വേണം. അപ്പോൾ മാത്രമല്ല, ഇയാളുടെ ശത്രു എന്ന് പറയുന്നത് ആരാ? ഇയാളുടെ ശത്രു എന്ന് പറയുന്നത് ആരായിരിക്കും? ഇയാളുടെ ശത്രു എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ ശത്രുവാണ്. അങ്ങനെ കണക്കാക്കണ്ടേ? അയാളെ ഈ ഏകാധിപതിയെ, സ്വേച്ഛാധിപതിയെ കുറിച്ച് ആരെതിർത്ത് പറഞ്ഞു കഴിഞ്ഞാലും അയാളുടെ ശത്രുവാണ്. അത് മാത്രമല്ല, അയാൾ രാജ്യത്തിൻ്റെ ശത്രുവാണ്. അതായത് രാജ്യദ്രോഹിയാണ്, ദേശദ്രോഹിയാണ്. ഈ രീതി പറഞ്ഞിട്ട് ഇയാളെ പിടിച്ച് അകത്തിടാം, അല്ലെങ്കിൽ അയാളെ അങ്ങ് ഉപദ്രവിക്കാം, അയാളെ പറഞ്ഞ് നാറ്റിക്കാം. എന്ന് പറഞ്ഞാൽ ഈ ഏകാധിപതിയെ, സ്വേച്ഛാധിപതി പറയുന്ന കാര്യങ്ങളെല്ലാം തൊണ്ട തൊടാതെ വിഴുങ്ങിക്കൊള്ളണം. അതിനാരും എതിർക്കാൻ പാടില്ല. എതിർത്ത് കഴിഞ്ഞാൽ അവൻ അയാളുടെ ശത്രുവാണ്. മാത്രമല്ല, എതിർക്കുന്നവൻ അയാളുടെ ശത്രു മാത്രമല്ല, രാജ്യത്തിൻ്റെ ശത്രുവാണ്, രാജ്യദ്രോഹിയാണ്, ദേശദ്രോഹിയാണ് എന്ന് പറഞ്ഞാൽ ഈ ഏകാധിപതി ഈ രാജ്യവും ദേശവുമായിട്ടങ്ങ് മാറുകയാണ്. അതാണ് രണ്ടാമത്തെ ഇടപാട്. അങ്ങനെയും സംഭവിക്കുന്നുണ്ട്. പിന്നെ മൂന്നാമത്തെ എന്താണെന്നറിയാം? അതായത് മൂന്നാമത്തത്, ഈ എല്ലാ മീഡിയകളെയും കൺട്രോൾ ചെയ്യുക. അതായത് മാധ്യമങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുക. മാധ്യമങ്ങളെ കൺട്രോൾ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനാധിപത്യത്തിൻ്റെ
ഏറ്റവും വലിയ വക്താക്കളെന്ന് പറയുന്നത് മാധ്യമങ്ങളാണ്. ജനാധിപത്യത്തിൻ്റെ ശക്തി യഥാർത്ഥത്തിൽ സ്വതന്ത്രമായ മാധ്യമങ്ങളാണ്. പക്ഷെ അങ്ങനെ സ്വതന്ത്രമായ മാധ്യമങ്ങളുണ്ടെങ്കിൽ ജനാധിപത്യമാണ്, ഏകാധിപത്യം നടക്കത്തില്ല. അപ്പോൾ മാധ്യമങ്ങളെ കയ്യിലെടുക്കുക, കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഒരു കാഴ്ചപ്പാട്. അതും കൂടെ വേണം. അങ്ങനെ മാധ്യമങ്ങൾ, ഇപ്പോൾ ഹിറ്റ്ലറുടെ കാലത്ത് മാധ്യമങ്ങളെന്ന് പറയുന്നത് ഈ പത്രങ്ങളോ ടി വിയോ ഒന്നുമില്ലല്ലോ. അന്നുണ്ടായിരുന്ന റേഡിയോ മാത്രമാണ്. ആ റേഡിയോയിൽ എപ്പോഴും വാഴ്ത്തിക്കൊണ്ടിരുന്നത് എന്താണ്? ഹിറ്റ്ലറെ കുറിച്ചുള്ള വർത്തമാനങ്ങളാണ്, ഹിറ്റ്ലറുടെ വാഴ്ത്തുപാട്ടുകളാണ്. അയാളെ വാഴ്ത്തിക്കൊണ്ടാണ് ഈ ജർമ്മൻ റേഡിയോ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ റേഡിയോ മുഖാന്തരം എപ്പോഴും ഹിറ്റ്ലറെ കുറിച്ചുള്ള നല്ല വാർത്തകൾ, ഹിറ്റ്ലറെ വാഴ്ത്തിക്കൊണ്ടുള്ള വാർത്തകൾ, ഇതൊക്കെയാണ് വരുന്നത്. പിന്നെ ഇത് മാത്രമല്ല, ഹിറ്റ്ലറെ കുറിച്ച് വാഴ്ത്തിക്കൊണ്ടുള്ള പരിപാടി ഇതാണ് വന്നുകൊണ്ടിരുന്നത് കേട്ടോ. പിന്നെ അപ്പോൾ ഇത് പറയുമ്പോഴാണ് എനിക്ക് ഒരു ചെറിയ ഒരു സംഭവം കൂടെ ഓർമ്മ വരുന്നത്. ഒരു കഥയായിട്ടാണ് ഒരാൾ എഴുതിയിരുന്നതാണ്. അതായത് ഈ ഹിറ്റ്ലർ ഒരു ദിവസം അയാൾ വേഷപ്രച്ഛന്നായിട്ട് നടന്നിട്ട് അയാളെക്കുറിച്ചുള്ള പബ്ലിക് ഒപ്പീനിയൻ അതറിയണം ഇവർക്ക്, അത് നിർബന്ധമാണ്. അങ്ങനെ അയാളെക്കുറിച്ചുള്ള പബ്ലിക് ഒപ്പീനിയൻ എന്താണെന്ന് അറിയാനായിട്ട് ഇയാൾ ഒരു തിയേറ്ററിൽ പോയി. ഒരു തിയേറ്ററിൽ പോയപ്പോൾ ആദ്യം തിയേറ്ററിൽ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് അന്ന് അത് കാണിക്കേണ്ട ഒരു കാര്യമുണ്ട്. തിയേറ്റർ പ്രോഗ്രാം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ്, അത് സിനിമയാണോ പ്രോഗ്രാമാണോ എന്നുള്ളത് വേറെ കാര്യം, ഒരു പ്രോഗ്രാം, തിയേറ്ററിൽ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം ഹിറ്റ്ലറെ കുറിച്ചുള്ള ഒരു വാഴ്ത്ത് പാട്ടുണ്ട്. നമ്മൾ ജനഗണമനയൊക്കെ പാടത്തില്ലേ എന്ന് പറയുന്ന പോലെ, അല്ലെങ്കിൽ ഇവിടെ ഇപ്പം വന്ദേ മാതരമൊക്കെ പാടത്തില്ലയോ എന്ന് പറയുന്ന പോലെ ഒരു വാഴ്ത്ത് പാട്ട് ഹിറ്റ്ലറെ കുറിച്ചുള്ളതുണ്ട്. അത് എല്ലാവരും എഴുന്നേറ്റ് നിന്നോണം, അത് മസ്റ്റാണ്. എഴുന്നേറ്റ് എന്ന് വെച്ചാൽ ഹിറ്റ്ലർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് എഴുന്നേറ്റ് നിൽക്കണം, അത് മസ്റ്റാണ്. ആരെങ്കിലും എഴുന്നേറ്റില്ല എന്നുണ്ടെങ്കിൽ ശക്തമായ നടപടിയാണ്. ശക്തമായ നടപടി എന്ന് പറഞ്ഞാൽ പിന്നുള്ളവരൊപ്പം അവനെ ഗ്യാസ് ചേമ്പറിലോട്ട് കയറ്റി അങ്ങ് കൊല്ലുക എന്നുള്ളതാണ്, വേറെ പരിപാടിയൊന്നുമില്ല. ഇതാണ് അടുത്ത പരിപാടി. അപ്പോൾ അങ്ങനെ എഴുന്നേറ്റ് നിൽക്കണം. ഇങ്ങനെ ഈ ഹിറ്റ്ലർ വേഷപ്രച്ഛനായിട്ട് ഒരു തിയേറ്ററിൽ പോയിട്ട് അയാൾ ഇങ്ങനെ ഇരുന്നു. അപ്പോൾ ആദ്യം ഹിറ്റ്ലറെ കുറിച്ചുള്ള ഈ വാഴ്ത്തുപാട്ട് എഴുന്നേറ്റ് വന്നു. അപ്പോൾ ഇയാൾ ഹിറ്റ്ലർ അല്ലേ, ഇയാൾ തന്നെ അല്ലയോ, ഇയാൾ അവിടെ ഇരുന്നു. ബാക്കിയുള്ളവരൊക്കെ എഴുന്നേറ്റ് നിന്നു. ഈ അടുത്ത് നിന്ന എഴുന്നേറ്റ് നിന്ന ആൾ ചോദിച്ചു, സഹോദര, നിങ്ങൾ എഴുന്നേറ്റില്ലെങ്കിലേ നിങ്ങളെ ആ വൃത്തികെട്ടവനുണ്ടല്ലോ, അവൻ നിങ്ങളെ പിടിച്ച് കൊല്ലും കേട്ടോ. ഹിറ്റ്ലറെ കുറിച്ചാണ് പറയുന്നത് അയാളെടുത്ത്. അപ്പോൾ ഹിറ്റ്ലർക്ക് മനസ്സിലായി ഹിറ്റ്ലറെ കുറിച്ചുള്ള ജനങ്ങളുടെ അഭിപ്രായം എന്താണെന്ന്. ആ വൃത്തികെട്ടവനുണ്ടല്ലോ, നിങ്ങളെ വെറുതെ വിടത്തില്ല, അവൻ മഹാനാറിയാണ്, അവൻ കൊല്ലും എന്ന് ഹിറ്റ്ലറോട് അപ്പുറത്തെ വേഷം മാറിയേക്കുന്നതുകൊണ്ട് തിരിച്ചറിയുന്നില്ല, പറഞ്ഞു കൊടുത്ത ഒരു കഥയാണ് ഞാൻ ഓർത്തെന്നുള്ളേ ഉള്ളൂ. പിന്നെ അടുത്തത് എന്താണെന്നറിയോ? അടുത്ത ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. അവസാനം ഇവർ ചെയ്യുന്ന പരിപാടി എന്ന് പറയുന്നത് ഇവർ ഒരു ഗ്രൂപ്പിനെ എപ്പോഴും കുറ്റപ്പെടുത്താൻ വേണം ഇവർക്ക്. ആരെങ്കിലും പറയുന്ന യവന്മാർ മഹാവൃത്തികെട്ടവന്മാരാണ്, അവന്മാർ കൊള്ളക്കാരായിരുന്നു, അവന്മാർ അങ്ങനായിരുന്നു, ഇങ്ങനായിരുന്നു, അവന്മാർ നിങ്ങളെ നശിപ്പിച്ചതാണ്, അവന്മാർ ഇപ്പോഴും ഉണ്ട്, അവന്മാർ ഇനിയും നിങ്ങളെ നശിപ്പിക്കാൻ നോക്കിയിരിക്കുകയാണ് എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്താൻ ഒരു ഗ്രൂപ്പ്. അവർ മൂലമാണ് നിങ്ങൾക്കെല്ലാ നാശങ്ങളും ഉണ്ടാകുന്നത്. അതുകൊണ്ട് അവർ ശരിയല്ല, അവന്മാരെ അഴിച്ചോടിക്കേണ്ടതാണ്, കൊല്ലേണ്ടതാണ്. ഇതാണ് കാഴ്ചപ്പാട്. അതുകൊണ്ട് അവന്മാരെ എല്ലാം ജയിലിൽ അടയ്ക്കേണ്ടതാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാട് അങ്ങ് പരത്തും ഇവർ. അങ്ങനെ ഇവർക്ക് കുറ്റപ്പെടുത്താൻ ഒരു ഗ്രൂപ്പ് വേണം എപ്പോഴും. അന്ന് കുറ്റപ്പെടുത്താനുണ്ടായിരുന്ന ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇയാൾ കണ്ടുപിടിച്ച ആരെയായിരുന്നറിയോ? അയാൾ കണ്ടുപിടിച്ച ഗ്രൂപ്പ് എന്ന് പറയുന്നത് ജൂതന്മാരെയായിരുന്നു. ജൂതന്മാരെ ഉണ്ട്, യൂറോപ്യൻ ജൂതന്മാർ, അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റുകാർ. അങ്ങനെ 6 മില്യൺ ആളുകളെയാണ്, ജൂതന്മാരെയും കമ്മ്യൂണിസ്റ്റുകാരെയും അതുപോലുള്ള ആളുകളെയാണ്, എതിർക്കുന്നവരെയാണ് ഇയാൾ ഗ്യാസ് ചേമ്പറിലും ഗില്ലറ്റിലും ഒക്കെ കയറ്റി കൊന്നത്. 6 മില്യൺ എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയോ, 60 ലക്ഷം ആണ് ഈ 6 മില്യൺ എന്ന് പറയുന്നത്. അത്രത്തോളം ആളുകളെ കൊന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതാണ് യഥാർത്ഥത്തിൽ ജനാധിപത്യവും സ്വേച്ഛാധിപത്യവും തമ്മിലുള്ള വ്യത്യാസം. ജനാധിപത്യം എങ്ങനെ സ്വേച്ഛാധിപത്യത്തിലേക്ക് പോകും എന്നുള്ളതിൻ്റെ മാർഗമാണ് ഞാൻ ഈ പറഞ്ഞതൊക്കെ. ഞാൻ പറഞ്ഞില്ലേ, ഇതാരെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല, ഹിറ്റ്ലറുടെ കാര്യം പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഇതെന്താണെന്നറിയോ, ഇതിന് കാവലാളെന്ന് പറയുന്ന വേറെ ആരുമല്ല. ഇതിനെ ആരാണ് ജനാധിപത്യത്തെ കാക്കേണ്ടത്? ജനങ്ങളാണ്. ഇത് ജനങ്ങളുടേതാണ്. അല്ലാതെ ഇതുപോലെ ഓട്ടോക്രാറ്റ്സിൻ്റെ സ്വേച്ഛാധിപതികളുടേതല്ല ജനാധിപത്യം എന്ന് പറയുന്നത്. ജനങ്ങളുടേതാണ്. അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത്, അതിനെ കാക്കേണ്ടത് ജനങ്ങളാണ്.
ഇന്നത്തെ ജനങ്ങളെന്ന് പറയുന്നതിലും നല്ലത് യുവാക്കളെന്ന് പറയുന്നതായിരിക്കും നല്ലത്, യുവജനങ്ങളാണ് നല്ലത് അതിന്. കാരണം യുവരക്തമാണ് ഇതിനൊക്കെ ആവശ്യം. അല്ലാതെ ഈ വയസ്സന്മാരെ കൊണ്ടൊന്നും ഒന്നും ചെയ്തുകൊണ്ടൊന്നും പറ്റത്തില്ല. അതാണ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. ഇത് ഞാൻ ഹിറ്റ്ലറുടെ കാര്യം പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ.